അമ്മ ഇവിടെ ചായ. ആ എന്താ സെൽമോ, അന്റെ കണ്ണു മുഖമൊക്കെ വല്ലാണ്ടിരിക്കണെന്താ? അനക്ക് വയ്യായി വല്ലതുണ്ടാ? നിക്കെന്ത് വയ്യായി? നിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ. പിന്നെ എന്താ എന്റെ കണ്ണു മുഖമൊക്കെ പിടിച്ചു വലിച്ചിങ്ങാണ്ട്? ഇന്നലെ ഉറങ്ങിയിട്ടില്ലേ? അത് പിന്നമ്മ, ഇന്നലെ തീരെ ഉറക്കം ശരിയായിട്ടില്ല. എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും എന്തൊക്കെയോ വല്ലാത്തൊരു പൊറുതിയേട് പോലെ. നേരം വെളുപ്പിച്ച് കൂട്ടിയെന്നേ ഉള്ളൂ, തീരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതിപ്പോ എന്താ എനിക്ക് ഉറക്കം കിട്ടായി? വല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാ? അല്ല, അങ്ങോട്ട് ചോദിച്ചെന്നല്ലാണ്ട് എന്റെ വെജായും കേടുന്നു ഇന്നേ വരെ ഇങ്ങോട്ട് പറഞ്ഞ ചരിത്രം ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ടമ്മ ചോദിക്കണത്, എന്തേലും വെയ്യായി ഉണ്ടാ? വെയ്യായി മനസ്സിനാണമ്മ. ഇന്നലെ കാക്കാന്റെ വിളിയില്ലാത്തതുകൊണ്ട് നിക്കെന്തോ ഇന്നലെ രാത്രി മൊത്തം മനസ്സിന് വല്ലാത്തൊരു ഇടങ്ങറ് പോലെയായിരുന്നു. കണ്ണടച്ച വേണ്ടാത്ത ഓരോന്നാണ് കാണുന്നത്. ഒരു സമാധാനം കിട്ടാത്ത പോലെ. നേരം വെളുപ്പിച്ച് കൂട്ടിന്ന് തന്നെ ഉള്ളൂ, വല്ലാത്ത തലവേദന ഇപ്പോ. അതാണോ കാര്യം? അപ്പൊ ഓന്റെ ഫോണ് കേടായിട്ട് നേരാക്കാൻ കൊടുത്തക്കണെന്നല്ലേ ഇന്നലെ ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞത് ഇജ്ജ്? പിന്നെ ഇപ്പൊ എന്താ അതിനിത്ര ബേജാറാവാന്? അത് ശരിയാക്കി കിട്ടിയാ ഓനുണ്ട് വിളിച്ചൂലേ? അതൊക്കെ നേരാണ്, എന്നാലും മനസ്സിന് എന്തോ ഒരു ഇടങ്ങറ് പോലെ. ഇനിയിപ്പം ഇന്ന് എപ്പോഴാണ് അവൻ വിളിക്കുക? അതുവരെ ഒരു സമാധാനം കിട്ടും തോന്നണില്ല. ഇജ്ജ് വെറുതെ അതും ഇതും ആലോചിച്ചിട്ട് മനസ്സ് വേദനിപ്പിക്കാൻ നിൽക്കണ്ട. ഓൻ ആ ഫോണ് ശരിയാക്കി കഴിഞ്ഞാൽ ആദ്യം അനക്കന്നെ വിളിച്ച നമ്മടെ കുട്ടി ചെന്നിട്ടേ എന്തെങ്കിലുമൊക്കെ തിന്നും കൊടുക്കും ചെയ്തിട്ട് ഒന്ന് നല്ല നടുക്കിടുന്ന് ഉറങ്ങാൻ നോക്ക്. ഉറക്കക്കേടുള്ളത് എൻ്റെ മുഖത്ത് നല്ലോണം കാണാണ്ട്. ചെല്ല്. ഞങ്ങൾ ചാടിച്ചോടിമ്മ, ഞാൻ പോയിട്ട് ബാക്കി പണിയോട് നോക്കട്ടെ. പഠിച്ചു തമ്പുരാനെ, എൻ്റെ കുട്ടികൾക്കാർക്കും ഇജൊരു വിധ ബുദ്ധിമുട്ടും വിഷമം വരുത്തല്ലേ. അല്ലാ, അത് ഒരു മേശയുടെ കോലാക്കിട്ട് അങ്ങനെ കണ്ടില്ല എൻ്റെ റബ്ബേ. ബബലൂട്ടിയെ, അനക്ക് ഞാൻ തരട്ടെ മോളെ. ആ കുഞ്ഞോള് ഇപ്പൊ ഇവിടെ വൃത്തിയാക്കി വെച്ചോണ്ട് പോയിട്ടുള്ളൂ. ഓള് കാട്ടി വെച്ചിക്കണ ഒരു പണി കണ്ടില്ല. ഇനി എന്തെങ്കിലും ഇവിടെ എടുത്ത് പരത്താൻ ബാക്കിയുണ്ടാ?